ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ പിങ്ക് കളറിൽ കിട്ടുന്ന പാലട പായസം നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാമിൻ്റെ അട എടുത്തിട്ടുണ്ട്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അടയാണ്. 150 ഗ്രാം ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് 2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. 150 ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് 2 ലിറ്റർ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 8 കപ്പ് പാലുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ അടപ്പ് വെക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൽ നിന്ന് ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെക്കുക. വെയിറ്റ് ഇട്ടിട്ട് തന്നെ വെക്കുക. ഇതിനി 1 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇത് ഇട്ട് വെക്കുക. ഇത് വിസിൽ വന്നിട്ട് പാല് പുറത്തേക്ക് പോകുന്നൊന്നും ടെൻഷൻ അടിക്കണമെന്ന് വേണ്ട കേട്ടോ. ഇതൊന്നും പുറത്തേക്കൊന്നും പോവില്ല. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. 1 മണിക്കൂർ ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ കുക്കർ തുറക്കരുത്. 1 മണിക്കൂർ കൂടെ ഇത് തണയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അട വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കുക ആദ്യം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ഊറ്റി വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 150 ഗ്രാം അടയുണ്ട് ഇത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കുറച്ചധികം സമയം നമുക്ക് അട വേവിച്ചെടുക്കാൻ വേണം. അട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ചധികം സമയം തന്നെ നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ അട ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അട വെന്തിട്ടുണ്ടോയെന്ന്. നമ്മളിതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പശിമയൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ ടാപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. നോർമൽ വെള്ളം ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ അട ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും, കൂടുതലാവരുത്. ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 നുള്ളു ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ നമ്മൾ പാല് വേവിച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും പിന്നെ 1 മണിക്കൂർ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടും ഇപ്പോൾ മൊത്തത്തിൽ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പാലിവിടെ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ചതിന് ശേഷം വഴറ്റി വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ അട വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാടൊന്നും നെയ്യ് ഇടരുത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരമണിക്കൂർ നമുക്കിത് പാല് വറ്റിച്ചെടുക്കണം. ഇനി അരമണിക്കൂർ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പായസം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി അരമണിക്കൂറോളം നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഇപ്പം നമ്മൾ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള പാൽപ്പായസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്